വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. നമ്മുടെ CSEB എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലേ? നമുക്കറിയാം ഒരുപാട് ഫോംസ് പഠിക്കാനുണ്ട്. അപ്പോൾ പല സമയത്തും കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, മിസ്സേ ഈ എല്ലാ ഫോംസും കൂടിയിട്ട് എങ്ങനെയാണ് പഠിക്കുക? ഒരുപാട് ഫോംസ് ഉണ്ടല്ലോ, അപ്പോൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് വിടേണ്ടത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഫോം നമ്പറുകളും കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ, വെറുതെ കാണാപ്പാടം പഠിക്കുകയല്ല, മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് ഏകദേശം ഈ ഫോമുകളൊക്കെ ഏതൊക്കെ ഒരു ഭാഗത്താണ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഓക്കെ ഇന്ന ഫോമുകൾ ഇന്നതാണ് എന്നൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്നും അങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാം അങ്ങോട്ട് പഠിച്ചിട്ട് എല്ലാ ഫോമും ഓർത്ത് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മുടെ CSEB എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫോംസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇത് ഏറ്റവും ബെയർ മിനിമമാണ്, ഇത് മുഴുവനും പഠിക്കണം. അതിൽ വേറെ ഇനി അതിനെ കുറയ്ക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ചുരുങ്ങിയത്, ഇത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഫോം നമ്പറുകൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ. ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്, ഒരു മാർക്ക് കൊണ്ടേ കളയരുത്. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ നോക്കാം. ഫോം നമ്പർ 1 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ടു ബി സബ്മിറ്റഡ്. അതായത് ഒരു സംഘം രൂപീകരിക്കുമ്പോൾ നമ്മൾ എന്താണ്, അതിനൊരു അപ്ലിക്കേഷൻ വേണം അല്ലേ? രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു അപ്ലിക്കേഷൻ വേണം. ആ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഏത് ഫോം നമ്പറിലാണ്? ഒന്നാമത്തെ ഫോം നമ്പറിലാണ്. ഓക്കെ, ഒന്നാമത്തെ ഫോമിലാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, അതാണല്ലോ ഒരു സംഘം രൂപീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അപ്ലിക്കേഷൻ ആണ്. അത് ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ ഫോമിലാണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി അല്ലേ? അപ്പോൾ ഫോം നമ്പർ 1. അടുത്ത നോക്കൂ. ഓൺ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ രജിസ്ട്രാർ ഷാൾ എൻറ്റർ ഇൻ. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു, അതിനുശേഷം ആ ഡീറ്റെയിൽസ് ഒക്കെ ആരാ രേഖപ്പെടുത്തി വെക്കുക? രജിസ്ട്രാർ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഏതിലാവും രേഖപ്പെടുത്തുന്നത്? അടുത്ത ഫോമില്. അതാണ് ഫോം നമ്പർ 2. അപ്പോൾ ഫോം നമ്പർ 1 നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ, അതായത് സംഘം കൊടുക്കുന്ന ആപ്ലിക്കേഷൻ. ഫോം നമ്പർ 2 എന്താണ്? രജിസ്ട്രാർ രേഖപ്പെടുത്തുന്നത്. അതാണ് ഫോം നമ്പർ 2. അടുത്ത നോക്കൂ. ഫോം നമ്പർ 3 എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3ലാണ്. ഫോം നമ്പർ 3ലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ഓർഡർ ഉണ്ട് അല്ലേ? കാരണം അത് എങ്ങനെയാണോ അത് സംഭവിക്കുന്നത് അതേ ഒരു ഓർഡറിൽ തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അടുത്ത നോക്കൂ. മാനർ ഓഫ് ഇഷ്യൂയിങ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ? അപ്പോൾ ഇത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഫോം നമ്പർ 3A ആണ് കേട്ടോ. ഈ ഒരു രജിസ്ട്രേഷന്റെ ഭാഗത്തുള്ള ഫോംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രാവശ്യവും ഓരോന്നും ഇങ്ങനെ മാറി മാറി ചോദിക്കും. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 3A-ലാണ്. ഫോം നമ്പർ 3A ആണ്. അടുത്ത നോക്കിയേ. എ രജിസ്റ്റർ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ രജിസ്റ്റേർഡ് സൊസൈറ്റീസ് along with the date of amendment of bylaw should be maintained. അപ്പോൾ എന്താണ്, എല്ലാ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള എല്ലാ സംഘങ്ങളുടെയും അതിൻ്റെ ഭേദഗതി വന്നിട്ടുള്ള അല്ലേ, അതടക്കം എന്തിന് ചെയ്യണം? അതൊക്കെ രേഖപ്പെടുത്തി വെക്കണ്ടേ? അത് ഏത് ഫോമിലാ? ഫോം 4ലാണ്. ഏതിലാണ്? ഫോം 4ലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിലുള്ളതൊക്കെ ഏകദേശം എന്താണ്, രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോം നമ്പറുകളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1, 2, 3, പിന്നെ ഒരു 3A ഉണ്ട് കേട്ടോ. 3A എന്തായിരുന്നു? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. 3A എന്തായിരുന്നു? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ദെൻ ഫോം നമ്പർ 4 എന്താണ്? അതിലാണ് എല്ലാ രജിസ്റ്റേർഡ് സൊസൈറ്റീസിൻ്റെയും അതിൻ്റെ അമെൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അല്ലേ? ബൈലോ ഭേദഗതി വന്നതും എല്ലാം ഉൾപ്പെടെ വിത്ത് ഡേറ്റ് എന്നാണ് പറയുന്നത്. ഡേറ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോം നമ്പർ 4. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. അടുത്തത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഫോമാണ്. ഫോം നമ്പർ 34. ഫോം നമ്പർ 34 ആണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഫോം. ഫോം നമ്പർ 34. ഞാൻ പറയട്ടെ, നേരത്തെ രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? രജിസ്ട്രേഷൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇപ്പോൾ എക്സാമിന്റെ സമയത്ത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് രജിസ്ട്രേഷനിലെ അമെൻമെന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എത്ര ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ രജിസ്ട്രാർ
ഈ ഒരു ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യണം എന്നാണ് പുതിയ ഭേദഗതി പ്രകാരം? 60 ദിവസമാണ് അല്ലേ. 90 ദിവസത്തിൽ നിന്നും അത് 60 ദിവസമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മിനിമം ഷെയർ ക്യാപിറ്റലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭേദഗതികളൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ട, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമുക്കറിയാം ഫോം നമ്പറുകൾ ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്, റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇവരുടെയൊക്കെ ചുമതലകളെ കുറിച്ച് നല്ല കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഇവരുടെയൊക്കെ ചുമതലകൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതും ചോദിക്കാറുണ്ട്. ഇത് ആരാ ചെയ്യുക? റിട്ടേണിംഗ് ഓഫീസറാണോ ഇലക്ട്രൽ ഓഫീസറാണോ? കാരണം എന്താണെന്ന് അറിയോ, ഇത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് അല്ലേ. അപ്പം ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ റിവൈസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ അല്ലേ? കാരണം ഇതൊക്കെ വളരെ ബേസിക് ആണ്. ഇതൊക്കെ പഠിക്കാണ്ട് എങ്ങനെയാണ് പോവുക? അടുത്ത് നമുക്ക് നോക്കാം ഫോം നമ്പർ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 34. നോക്കിയേ, അപ്പൊ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കിടക്കുന്ന ഒരു 34, 35 ഈ ഒരു ഏരിയയിലാണ്. അത് ഓർത്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 34. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റോ 35 കേട്ടോ. ഫോം നമ്പർ 35. അടുത്തത് നോമിനേഷൻ ഫോം, കാൻഡിഡേറ്റ്സിന്റെ നോമിനേഷൻ ഫോം, ഫോം നമ്പർ 36. കാൻഡിഡേറ്റ്സിന്റെ നോമിനേഷൻ ഫോം നമ്പർ 36. ദെൻ അക്നോളജ്മെന്റ് ബൈ RO എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേണിംഗ് ഓഫീസർ ആണ്. ഫോർ റെസിപ്റ്റ് ഓഫ് നോമിനേഷൻ പേപ്പർ. അപ്പോൾ നോമിനേഷൻ പേപ്പർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസറാണ് നോമിനേഷൻ പേപ്പർ റിസീവ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഒരു അക്നോളജ്മെന്റ് കൊടുക്കുമല്ലോ. അത് ഏതിലാ? ഫോം നമ്പർ 37. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഒന്നും കൂടി ഓർത്തു അല്ലേ, നോമിനേഷൻ പേപ്പർ ആരാണ് സ്വീകരിക്കുക? റിട്ടേണിംഗ് ഓഫീസർ. അടുത്തത് ഡിക്ലറേഷൻ ഫ്രം ദ കമ്പാനിയൻ ഓഫ് ദ വോട്ടർ അല്ലേ. അതായത് ചില വോട്ടേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുറേ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ഒരു കമ്പാനിയന് വേണമെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് വരാം. അതിനൊരു ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണം. അത് ഏതിലാണ് സമർപ്പിക്കേണ്ടത്? ഫോം നമ്പർ 38. ഫോം നമ്പർ 38. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോം നമ്പേഴ്സ് ആണിത്. രജിസ്ട്രേഷനും ഇലക്ഷനുമായിട്ടുള്ള ഫോം നമ്പേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഏത് റൂളിലാണ് ഇലക്ഷന്റെ പ്രൊസീജിയർ പറയുന്നത് എന്നുള്ളത് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുകൊണ്ട് നിലവിൽ എങ്ങനെയാണോ ഫീസും കാര്യങ്ങളും അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അടുത്ത പരീക്ഷയാകുമ്പോൾ അത് മാറ്റി പഠിക്കണം എന്ന് മാത്രം. പിന്നെ ഫോം നമ്പറുകളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക, ഓർത്ത് വെക്കുക. പിന്നെ ഇത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്, ഒരു 34 കണ്ടോ 30s കിടക്കുന്നത് എന്നുള്ളൊരു ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ ഡ്യൂട്ടീസും ഓക്കെ, ഇലക്ട്രൽ ഓഫീസറുടെയും റിട്ടേണിംഗ് ഓഫീസറുടെയും ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ ചുമതലകളൊക്കെ ഒരുപാട് പ്രാവശ്യം എത്ര പ്രാവശ്യം ചോദിച്ചെന്നുള്ളതിന് കണക്കില്ല. CSEB നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഇലക്ഷൻ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവാറുള്ളതാണ് കേട്ടോ. അടുത്ത നോക്കിയേ, ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഏതിലാ? ഫോം നമ്പർ 6A അല്ലേ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 6A. ID കാർഡ് ആരാ ഇഷ്യൂ ചെയ്യുക? അത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തത് എക്നോളജ്മെന്റ് ഓഫ് ID കാർഡ് അല്ലെ. എക്നോളജ്മെന്റ് ഓഫ് ID കാർഡ് അത് എവിടെ സൂക്ഷിക്കുക? സൊസൈറ്റിയിൽ, ആ സംഘത്തിൽ സൂക്ഷിക്കുന്നതാണ്. അത് ഫോം നമ്പർ 6B. ഫോം നമ്പർ 6B എക്നോളജ്മെന്റ് ഓഫ് ID കാർഡ്. അപ്പോൾ ID കാർഡുമായി ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും. ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 6A അതിന്റെ എക്നോളജ്മെന്റ് ഫോം നമ്പർ 6B ഓർക്കാൻ എളുപ്പമാണ്. അടുത്ത് നോക്കിയേ, ഗഹാനുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് വരുന്നതൊക്കെ. ഗഹാൻ ക്രിയേഷൻ ഓഫ് ഗഹാൻ ഫോം നമ്പർ 8A കേട്ടോ. ഗഹാന്റെ എന്താണ്? ഫോം 8A ക്രിയേഷൻ ഓഫ് ഗഹാൻ. അടുത്തത് നോക്കുക, ഗഹാന്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇത് രണ്ടുമാണ് പലരും കൊണ്ടേ തെറ്റിച്ചു വെക്കാറ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ടാവും. ഗഹാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ അറിയാത്ത പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്താ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ചാൽ മതി, പരീക്ഷയ്ക്ക് തെറ്റിക്കുന്നൊക്കെ അധികവും അറിയണ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അറിയണത് തന്നെയായിരിക്കും നിങ്ങൾ കൊണ്ടേ തെറ്റിക്കണം. അതിന് കാരണം എന്താണെന്നറിയോ? റിവിഷൻ ചെയ്യില്ല, കൃത്യമായിട്ട് റിവൈസ് ചെയ്യാണ്ട് പോകും. എല്ലാ ദിവസവും ഇങ്ങനെ കുറേ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി പഠിച്ചു വെച്ചതൊന്നും റിവിഷൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സംഭവം കുറേ പഠിക്കുന്നുണ്ടാവും നിങ്ങൾ, പക്ഷേ ശരിയായ രീതിയിലാവില്ലേ പഠിക്കുന്നത്. അതുകൊണ്ട് റിവിഷൻ ചെയ്യാതെ പോവരുത്. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ രാവിലെ തന്നെ റിവിഷൻ ചെയ്യുക. കൃത്യമായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കൺഫ്യൂഷൻ. അതുകൊണ്ട് റിവിഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാ ക്ലാസ്സിലും എപ്പോഴും പറയുന്നതാണ്. പക്ഷെ എന്നാലും ഇത്രയൊക്കെ പറഞ്ഞാലും ചെയ്യില്ല, പരീക്ഷയ്ക്ക് കൊണ്ടുപോയിട്ട് തെറ്റിക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക. ഗഹാൻ ആദ്യം വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ആദ്യം ഇമ്മൂവബിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ മൂവബിൾ വരുള്ളൂ എന്നുള്ളത് ആലോചിക്കുക. സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വരുന്നത് ഫോം 8B. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഗഹാൻ പറയുന്നത് ഫോം 8B. മൂവബിൾ പ്രോപ്പർട്ടി പറയുന്നത് 8C. മൂവബിൾ പ്രോപ്പർട്ടി 8C, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 8B. അപ്പോൾ ഗഹാൻ 8A ആണ്, പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 8B ആണ്, പിന്നെ മൂവബിൾ പ്രോപ്പർട്ടി 8C. അടുത്ത നോക്കാം,
നോമിനേഷൻ ഫോർ ഇലക്ഷൻ ടു CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള ഇലക്ഷന് നോമിനേഷൻ കൊടുക്കേണ്ടത് 14A കേട്ടോ. പഠിക്കേണ്ടതാണ്, ചോദിക്കാറുള്ളതാണ്. അപ്പൊ CCUന്റെ നോമിനേഷൻ, ഓക്കെ, CCUന്റെ ഇലക്ഷനുള്ള നോമിനേഷൻ കൊടുക്കേണ്ടത് ഏതിലാണ്? 14A, ഫോം നമ്പർ 14A. അടുത്ത നോക്കിയേ, നോമിനേഷൻ ഫോർ ഇലക്ഷൻ ടു SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കാണെങ്കിലോ ഫോം നമ്പർ 14B. ഏതിലാണ്? ഫോം നമ്പർ 14B. അടുത്തത് ഫോം ഓഫ് അപ്പീൽ മെമ്മോറാൻഡം ടു ട്രിബ്യൂണൽ. ട്രിബ്യൂണലിലേക്കുള്ള അപ്പീൽ മെമ്മോറാൻഡം സമർപ്പിക്കേണ്ടത് എന്തിലാണ്? ഫോം നമ്പർ 15. ശ്രദ്ധിക്കുക, ഫോം ഓഫ് അപ്പീൽ മെമ്മോറാൻഡം ടു ട്രിബ്യൂണൽ ഏതാണ്? ഫോം നമ്പർ 15. അപ്പൊ 14A എന്തായിരുന്നു? നോമിനേഷൻ ടു ഇലക്ഷൻ ടു CCU. ദെൻ SCUന്റെ ഏതായിരുന്നു? 14B. എയും ബിയും ആദ്യം CCU വരണമെന്ന് ആലോചിക്കുക, പിന്നെയാണ് SCU കേട്ടോ. 14A CCU ആണ്, ആദ്യം CCU, ദെൻ കംസ്, ഓക്കെ അല്ലേ? ദെൻ 16 എന്താണ്? ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ടു ട്രിബ്യൂണൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, റിവിഷനും റിവ്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ റിവ്യൂ ടു ട്രിബ്യൂണലിന്റെ വരുന്നത് ഫോം നമ്പർ 16. ട്രിബ്യൂണൽ ഇമ്പോർട്ടന്റ് ആണ്, ട്രിബ്യൂണൽ പഠിക്കണം കേട്ടോ. ട്രിബ്യൂണൽ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണെന്നൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. സെക്ഷൻ ഏതാ? അതുപോലെ ട്രിബ്യൂണൽ ആയിട്ടിരിക്കേണ്ട അല്ലെ ഡെസിഗ്നേഷൻ ഉണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ? യെസ്, ഇതൊക്കെ ഓർക്കുക, ഇതൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഫോം നമ്പർ 16 ആണ് ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ടു ട്രിബ്യൂണൽ. അടുത്ത ഫോം ഓഫ് ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ ബിഫോർ ട്രിബ്യൂണൽ. ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷന്റെ ഫോം നമ്പർ 18 ആണ്. ഫോം നമ്പർ 18 ആണ് ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ. ഇതിൽ ചോദിക്കാറുള്ളത് ഇന്റർലോക്യൂട്ടറി ഓർഡർ ഒക്കെ പുറപ്പെടുവിക്കുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ട്രിബ്യൂണൽ ആണോ? ഓപ്ഷൻസ് ഉണ്ടാവും. ട്രിബ്യൂണൽ ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും, രജിസ്ട്രാർ ഉണ്ടാവും, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആരാണ് ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർലോക്യൂട്ടറി ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ട്രിബ്യൂണലിന്റെ കാര്യം ആലോചിക്കുക. പിന്നെ ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ പഠിക്കണം കേട്ടോ. ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? യെസ്, ഗവൺമെന്റ് ആണ് ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സിംഗിൾ മെമ്പർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഫോമുകൾ, ഇത്രയും ഫോമുകൾ, ഇതൊരു ബെയർ മിനിമം ഇത്ര ഫോമെങ്കിലും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ഫോംസേ ആകെ തന്നിട്ടുള്ളൂ അല്ലേ, ആകെ 5 ഒരു 10-20 ഫോംസേ ഉള്ളൂ. ഇത് പഠിക്കാനാണോ ബുദ്ധിമുട്ട്? ഇല്ല. എത്ര ഫോംസ് ഉണ്ട്? നമ്മൾ ആകെ എത്രയിലേ പഠിക്കണ്ടു? ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. എന്നിട്ട് പരീക്ഷയ്ക്ക് തരുന്ന ചോദ്യങ്ങൾ നോക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സിലെ ആപ്പിന്റെ ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാറുള്ളതാണ്. നമുക്ക് എല്ലാം പഠിച്ചിട്ട് എല്ലാം അരച്ചു വിലക്കി പഠിച്ചിട്ട് നമുക്ക് എക്സാം ഹോളിലേക്ക് പോവുക, അതും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുക എന്ന് പറയുന്നതൊക്കെ എന്താ പറയുക, അത് പോസിബിൾ അല്ല. പ്രാക്ടിക്കലി നടക്കാത്ത കാര്യം. നമുക്ക് സ്വപ്നമൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രാക്ടിക്കലി നടക്കില്ല. നമ്മളിപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? ബേസിക് ആയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. എല്ലാ ഏരിയാസിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷും മാത്സും GK ഉൾപ്പെടെ സബ്ജക്റ്റും എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. ഒരു സബ്ജക്റ്റ് പോലും വിടാനില്ല. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിക്കുക. കൺസിസ്റ്റൻസിയാണ് അല്ലേ. ഇന്ന് ചെയ്യണത് എല്ലാ ദിവസവും ചെയ്യുക. ഇന്ന് നിങ്ങൾ 2 മണിക്കൂറാണോ പഠിക്കണേ? എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുക. അല്ലാതെ ഇന്ന് ഞാനൊരു 10 മണിക്കൂർ പഠിച്ചു പിന്നെ പഠിത്തമേ ഇല്ല, ഇതിലെന്താ അർത്ഥമുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ ഡെയിലി പഠിക്കുക. നമ്മൾ ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല സെൽഫ് ഡൗട്ട് ഉണ്ടാവും അല്ലേ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. പക്ഷേ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോവാം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചിലപ്പോൾ ആ കാര്യം ചെയ്യാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ സമയത്ത് ആ കാര്യം ചെയ്യണം. അതിനെയാണ് ഡിസിപ്ലിൻ. ശരിയല്ലേ? അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഇനി നമുക്ക് പുതിയൊരു ബാച്ച് CCയിൽ തുടങ്ങുന്നുണ്ട്. അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിച്ച് എത്താനായിട്ടൊക്കെ സമയം വേണം, പഠിച്ചെത്തിയിട്ടില്ല, അടുത്ത പരീക്ഷ എന്തായാലും ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് അധികം വൈകാതെ തന്നെ മെയ് ജൂണൊക്കെ ആയിട്ട് അടുത്ത എക്സാം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ CCയിൽ 3 മന്ത്സിൻ്റെയും 6 മന്ത്സിൻ്റെയും ബാച്ച് നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ലോ ആണെങ്കിൽ 1ാമത്തെ സെക്ഷൻ തുടങ്ങിയിട്ട് അവസാനത്തെ സെക്ഷനും റൂളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, ഇതേപോലെ എല്ലാ സബ്ജക്ട്സും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, അതുപോലെ PYQs ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ പോലും അതിനെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ആ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ച് തരും. അങ്ങനെ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. സോ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇങ്ങനെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. നിങ്ങളുടെ പഠനം കുറച്ചും കൂടി ആയാസരഹിതമാവും. അപ്പം അതുകൊണ്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം.
ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ നമ്പറിൽ തന്നിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക. അതുപോലെ CSEBയുടെ മറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് റിലേറ്റഡ് ആയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ PSCയുടെ തന്നെ കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ടെൻഷനും അടിക്കാണ്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.